അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വെട്ടുകാട് സന്ദർശനമാണ് ഗൈസ്. അപ്പോഴാണ് ഈ കിളികളെയൊക്കെ കണ്ടത്. കിളിയല്ല, സോറി, കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടത് ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഞാൻ ഈസ്റ്റോട്ട് വന്നിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ ഞാൻ വെട്ടുകാടോട്ടാണ് പോയത്. ചെരുപ്പൊക്കെ വെച്ചു. ചെരുപ്പൊക്കെ നമ്മൾ സേഫാക്കി വെച്ചിട്ടാണ് പള്ളിയിലോട്ട് കയറാൻ. നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പം വെട്ടുകാട് ചർച്ചൊക്കെ നല്ല പോലെ മാറി. നല്ല വലിയൊരു പള്ളിയാക്കി. അതുകൊണ്ട് നല്ല രസമാണ്. അതിനകത്തോട്ട് പോകാനൊക്കെ നല്ല ഫീലാണ്. അതിനകത്ത് പോയാൽ എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഏത് വഴി വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഹിന്ദു ആണെങ്കിലും എനിക്ക് പള്ളിയിൽ പോണതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കൂടുതലും പള്ളിയിലാണ് പോവാറ്. അങ്ങനെ എല്ലാ ദിവസവും പോകുന്നല്ല, പള്ളിയിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് ഇരിക്കുമ്പോഴും നല്ല സമാധാനമാണ്. കൂടുതലും ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്നതൊക്കെ കാണാം. അതിനകത്തുള്ള ഭംഗി, ആ ഫാനിൻ്റെയൊക്കെ നീളം, അതൊക്കെ നമുക്കൊരു അതിശയമാണ്. അതിനകത്തുള്ള ഓരോ ഇത് കാണുമ്പോഴും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അതിനടുത്തൊരു ഒരിതുണ്ട്. അതിനകത്ത് ഫുള്ള് നല്ലൊരു തണുപ്പും സൈലൻസും എല്ലാം ആണ്. അതൊക്കെ ഇപ്പോൾ വന്നതാണ്. ചിലവർ കണ്ടിട്ടുള്ളവർ കാണും, ചിലവർ കാണാത്തവർ കാണും. നല്ല രസമാണ്. അതിനകത്ത് കയറണം. അതിനകത്ത് കയറിയാൽ ഇപ്പം ക്രിസ്ത്യൻസിന് അറിയാമെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണും. പക്ഷെ നമ്മളെപ്പോലുള്ള ഹിന്ദുക്കൾക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോഴും അതൊന്ന് മനസ്സിലാക്കുമ്പോഴും എന്തോ ഒരു ഇതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇതാണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കയറിയിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴും കാണുമ്പോഴും നല്ല അതിശയമാണ്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. പിന്നെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. പിന്നെ ബൈബിൾ ഓരോ ലാംഗ്വേജസിൽ അവർ വെച്ചിട്ടുണ്ട്. മലയാളം, ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു ബുക്ക് എടുത്ത് വായിച്ചു. ബൈബിളെടുത്ത് വായിച്ച് ഞാൻ ടേക്ക് ആൻഡ് റീഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി അതെന്താണെന്ന് എനിക്കറിയില്ല. അതിനകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. എനിക്ക് യേശുവിനെ വിശ്വാസമാണ്, ദൈവത്തിനെ വിശ്വാസം. അവിടെ പോയാൽ ഞാൻ കരുതിയിട്ട് അത് ഉറപ്പാണ്. വിഷമങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവിടെ പോയി ഞാൻ അങ്ങോട്ട് പരസ്പരം സംസാരിച്ചങ്ങ് തീർക്കും. പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി ഇതൊരു സാധനം കണ്ട് അതെനിക്ക് എന്തോ ഒരു ഫീലായി. എനിക്കിഷ്ടപ്പെട്ടു. ആ മിററിലൂടെ ഞാൻ വീഡിയോ എടുത്തു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹാർട്ടിനകത്തൊരു ഒരു മിറർ നമ്മളതിനകത്ത് കണ്ടു. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് വെട്ടുകാട് ചർച്ച് മ്യൂസിയം എന്നാണ് അത് അതിനകത്തുള്ളത്. ഈ സ്റ്റാച്യൂസൊക്കെ നൈസ്, കാണാൻ എന്തൊരു ഭംഗി, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അത്ര ഒരു രസമുണ്ട്. അത് ഒരു ദിവസമെങ്കിലും നിങ്ങളത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുൾ അങ്ങ് എടുത്തെന്ന് തോന്നുന്നു. ഫുൾ എടുത്ത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഫുൾ അത് തന്നെ. നല്ല ഇഷ്ടപ്പെട്ടു ഓരോരോ ഇതും. പിന്നെ യേശുപ്പച്ചൻ മരിച്ചു കിടക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് അവിടെ എത്തുമ്പോൾ നല്ലൊരു വല്ലാത്തൊരു വിഷമവും സങ്കടവും ഇതൊക്കെ വരും.